ഞാൻ രാവിലെ പ്രഭാത സവാരിക്കിടയിലാണ് ദിക്കറും സ്വലാത്തുമൊക്കെ ചൊല്ലുന്നത്. ഇത് അദബ് കേടാകുമോ ഉസ്താദേ? അതൊരിക്കലും അദബ് കേടാവില്ല. പക്ഷേ ആ സമയത്ത് ശ്രദ്ധ ദിക്കറിനോട് നമുക്കുണ്ടാവണമെന്നതാണ്. നമ്മൾ സാധാരണ പ്രഭാത സവാരിയല്ല, നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സും നമ്മുടെ മൈൻഡും ഒക്കെ വേറെയാണ്. നാവ് കൊണ്ട് ദിക്കർ ചൊല്ലുന്നത്, അതാണ് അദബ് കേട്. ഒരാൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചൊല്ലിത്തീർക്കേണ്ടുന്ന 100 സ്വലാത്ത് ചെല്ലാനുണ്ട്. അതിങ്ങനെ ചൊല്ലുമ്പോൾ മൊബൈലിൻ്റെ ഇങ്ങനെ സ്റ്റോറീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിരിയും കോമഡിയും തമാശയും അപകടങ്ങളും യുദ്ധങ്ങളും ഗൾഫ് യാത്രയും തമാശകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നാവിലൂടെ സ്വലാത്ത് ഇങ്ങനെ വന്നു, അത് ഹൃദയം തട്ടാത്ത സ്വലാത്താണ്, അത് അദബ് കേടാണ്. ദിക്കറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാവിലെ നടക്കുകയാണ്, ഓക്കെ, നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ നടത്തയിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അദ്കാറുകൾ നമ്മുടെ മൈൻഡിൽ, നാവിൽ നിന്ന് നമ്മുടെ മൈൻഡിലേക്ക് കയറണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നാൽ തീർച്ചയായിട്ടും അത് അദബ് കേടാവില്ല ഒരിക്കലും.